ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് വടകരയാണ്. അനിയത്തിൻ്റെ മോളുടെ പിറന്നാളിന് വേണ്ടി വന്നതായിരുന്നു. പിറന്നാളെല്ലാം നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ട് ഞങ്ങളിപ്പം കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. പുലർച്ചയ്ക്ക് 4 മണിക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു കേട്ടോ. ഈ കാണുന്നത് അവളുടെ വീടിൻ്റെ താഴെ ഭാഗത്തുള്ള പുഴയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം മഴയാണ്, നല്ല ഒഴുക്കുണ്ട് അവിടെ. അങ്ങനെ ഉണ്ണീനെ ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് പൊക്കിയെടുത്ത് പോയിട്ട് ആളൊന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആൾ എഴുന്നേറ്റപ്പം തൊട്ടടുത്തിരിക്കുന്ന അച്ഛൻ ഉറക്കം വരാൻ തുടങ്ങി. അച്ഛൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കുത്തി എഴുന്നേൽപ്പിച്ചു കേട്ടോ, വീഡിയോ എടുക്കുകയാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളവിടെ ഏതാണ്ട് എത്താനായപ്പോൾ കുറേ ആൾക്കാർ കാൽനടയായിട്ട് ഇളനീര് യാത്രയാണെന്നോ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെയാണ് ഞാൻ കേട്ടത്. അങ്ങനെ കാൽനടയായിട്ട് എത്രയോ കിലോമീറ്ററോളം നടന്നിട്ടാണ് ആ ഒരു ഇത് ചെയ്യുന്ന. കൊട്ടിയൂർ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് തന്നെയുള്ള യാത്രയാണ് കേട്ടോ. അങ്ങനെ കുറേ ഭക്തരെ നമുക്ക് കാണാൻ പറ്റി പോകുന്ന യാത്രയിലൊക്കെ. അങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് ഏട്ടൻ ഷോൾഡറൊക്കെ ഇളക്കിയിട്ടൊക്കെയാണ് വണ്ടിയൊക്കെ ഓടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏതാണ്ട് അവിടെ എത്താനായി കേട്ടോ. അങ്ങനെ എത്തി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഒരുപാട് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് മേടിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ. പക്ഷേ എനിക്കൊന്നും വാങ്ങിക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. നല്ല മഴയായിരുന്നു, ഞങ്ങൾ പോയന്ന് നല്ല മഴയും നല്ല തിരക്കുമുള്ള സമയമായിരുന്നു കേട്ടോ. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് എന്താ പറയുക, മോനുള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു കണക്കിന് ഞങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്തുള്ളൂ. ഞങ്ങൾക്ക് ഭഗവാനെ കാണാൻ പറ്റി, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗം വന്നു കേട്ടോ. അങ്ങനെ അനിയത്തിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം നോക്കുമ്പോൾ എല്ലാവരും കൂട്ടം തെറ്റിപ്പോയി. കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. പക്ഷെ അതെല്ലാം ഭഗവാന്റെ ഒരു പരീക്ഷണങ്ങളായിട്ട് കണ്ടുകൊണ്ട് തന്നെ അതിലൊന്നും തളരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് തന്നെ പോയി കേട്ടോ. നമുക്ക് മുങ്ങി കുളിച്ചിട്ട് വേണമല്ലോ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. മുങ്ങിക്കുളിച്ച സമയം മുതലേ നല്ല മഴയാണ്. മുങ്ങിക്കുളിച്ച് വന്നപ്പോൾ മോന് ഭയങ്കര തണുത്ത് വിറച്ച് അങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു. പക്ഷെ നമ്മളതൊന്നും ബോധോടെ ചെയ്യാതെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് പോയി. അത് ശിവൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ തൊഴുത് നമ്മളിതാ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഒരുപാട് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ ആണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.